A+ട്യൂബിലേക്ക് സ്വാഗതം. കേരളം ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ ഭരണത്തിലേക്കുള്ള വരവിന് മുമ്പ് ഈ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായിരുന്നു ഭരണം കിട്ടിയാൽ അഴിമതി ഇല്ലാതാക്കും എന്നുള്ളത്. ഇവർ ഭരിക്കാൻ വരുന്നതിന് മുമ്പ് UDF ആണ് കേരളം ഭരിച്ചിരുന്നത്. UDFൻ്റെ കാലത്തെ അഴിമതികൾ ഞങ്ങളുടെ ഭരണം വന്നാൽ ഉണ്ടാകില്ല എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവർ വോട്ട് ചോദിച്ചത്. ജനം അവർക്ക് വോട്ട് നൽകി, അവർ അധികാരത്തിൽ വന്നു. പക്ഷേ കേരളത്തിൽ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരെ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വില്ലേജ് ഓഫീസുകളിലുമൊക്കെ പോയാൽ മതി. അഴിമതി നിർബാധം നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങ് വിജിലൻസ് ചിലരെയൊക്കെ പിടിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ ഈ സ്പോട്ട് ഓപ്പറേഷൻസ് വഴി ചില ആളുകളെയൊക്കെ പിടികൂടിയ വാർത്തകൾ വരുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ സർക്കാർ ഒരു വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ തീർച്ചയായും തീവ്രമായ നീക്കങ്ങൾ ഈ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ തന്നെ അഴിമതി അതിൻ്റെ മാക്സിമം തലത്തിൽ വേരോടി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ചാനൽ തന്നെ ഒരു കാഷ്വൽ സ്വീപ്പറാണ് വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത അപേക്ഷയുമായി സ്പോട്ട് പരിശോധനയ്ക്ക് പോയി രൂപ 1500 കയ്യിൽ വാങ്ങിച്ചു. വില്ലേജ് ഓഫീസർക്ക് വേണ്ടി 1000 രൂപ ചോദിച്ച സംഭവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വൈറ്റില സോണൽ ഓഫീസ്, കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിൽ പല സോണൽ ഓഫീസുകളുണ്ട്. എടപ്പള്ളി സോണൽ ഓഫീസ്, പനമ്പള്ളി സോണൽ ഓഫീസ്, മട്ടാഞ്ചേരി സോണൽ ഓഫീസ്, അതേപോലെ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ്, പച്ചാളം സോണൽ ഓഫീസ്, ഇങ്ങനെ പല സോണുകളായി തിരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ വിസ്തൃതി വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ സോണൽ ഓഫീസുകൾ വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ ടൗൺ പ്ലാനിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് സെക്ഷൻസ് ഉണ്ടാവും. ആ ബിൽഡിംഗ് സെക്ഷൻ നടത്തുന്നിടത്തും അതുപോലെ കെട്ടിട നമ്പർ കൊടുക്കുന്ന റവന്യൂ വിഭാഗത്തിലുമാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. മൂന്നാം സ്ഥാനം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ തന്നെ ഉള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ലോക്കൽ ബോഡി എന്ന് പറയുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലൊക്കെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്ന ബിൽഡിംഗ് സെക്ഷൻ. ചിലയിടത്ത് അത് ടൗൺ പ്ലാനിംഗ് സെക്ഷൻ കൂടി ചേർന്നാണ് ഈ ബിൽഡിംഗ് പെർമിറ്റൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വൈറ്റില എന്ന് പറയുന്ന കൊച്ചി കോർപ്പറേഷനിലെ സോണൽ ഓഫീസിൻ്റെ കീഴിൽ ഒരു വനിതാ ജീവനക്കാരിയാണ് മക്കളോടുകൂടി കൈക്കൂലി വാങ്ങാൻ വന്നപ്പോൾ ഈ വിജിലൻസ് പിടികൂടിയത്. സംഭവം എന്താണെന്ന് നിങ്ങൾ കേൾക്കുക. അതായത് ഒരു 3 നിലയുള്ള ഒരു ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റിൽ 20 യൂണിറ്റുകളുണ്ട്. 3 നില അപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുള്ള ഫ്ലാറ്റിലെ 20 ഫ്ലാറ്റുകൾ. ഈ 20 ഫ്ലാറ്റുകൾക്കും സെപ്പറേറ്റ് നമ്പർ വേണം, എങ്കിലേ അത് ഉടമസ്ഥന് വിൽക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിൽ അപേക്ഷ കൊടുത്തു. എന്തിനാണ്? ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് കൊടുത്തത്. OC എന്ന് ചുരുക്കപ്പേരിൽ പറയും. ഈ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഇതേ കോർപ്പറേഷൻ്റെ കീഴിൽ ഇതേ സോണൽ ഓഫീസിലെ റവന്യൂ വിഭാഗം, അതായത് റവന്യൂ ഇൻസ്പെക്ടർ വന്ന് നമ്പർ ഇടുകയുള്ളൂ. പല കസേരകളിലും കൈക്കൂലി കൊടുത്ത് അവസാനമാണ് റവന്യൂ ഇൻസ്പെക്ടറുടെ അടുക്കിലേക്ക് ഇത് വരുന്നത്. പെർമിറ്റ് കിട്ടുന്നതിന് കാശ് വേറെ കൊടുക്കണം. കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് വേറെ കാശ് കൊടുക്കണം. കാശെന്ന് പറഞ്ഞാൽ കൈക്കൂലി തന്നെയാണ്. അങ്ങനെ ഈ 20 ഫ്ലാറ്റുകൾക്കും നമ്പറിന് വേണ്ടി അപേക്ഷ ജനുവരിയിൽ കൊടുത്തിട്ടും കയറി ഇറങ്ങി നടക്കുന്നതല്ലാതെ ഈ ഓവർസിയർ എന്ന് പറയുന്ന ഇപ്പോൾ പിടിക്കപ്പെട്ട സ്ത്രീ, അവരുടെ പേര് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അത് പിന്നീട് സ്വപ്ന എന്നാണ്, സ്വപ്ന എന്നാണ് അവരുടെ പേര്. ആ സ്ത്രീയുടെ മേശയിലാണ് ഈ ഫയൽ എത്തിയത്. ഇദ്ദേഹത്തിന് കറക്കി നടത്തിക്കുകയായിരുന്നു. എന്നിട്ട് ഡിമാൻഡ്
പല പിന്നെ ഒബ്ജക്ഷനും പറയും. ഓരോ തവണ പോകുമ്പം അത് മാറ്റണം, ഇത് മാറ്റണം, ഇങ്ങനെ പ്ലാൻ മാറ്റി തരണം, ഇങ്ങനെ കംപ്ലീഷൻ പ്ലാൻ തരണം എന്ന് പറഞ്ഞ് ഓരോ ഒബ്ജക്ഷനും പറഞ്ഞു വിടുന്നു. അങ്ങനെ അവസാനം ഈ ഒബ്ജക്ഷൻസുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് പോലും ഒരു നമ്പറിന് 5000 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ 20 നമ്പറിന് 1,00,000 രൂപയാണ് ഈ സ്ത്രീ സ്വപ്ന എന്ന് പറയുന്ന ഈ ഓവർസിയർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ചോദിച്ചത്. ഇദ്ദേഹം ശരിക്കും പിന്നെ രാവിലെ 11 മണിക്ക് വിജിലൻസിൽ നേരിട്ട് പോകുന്നു. നേരിട്ട് പോയി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിജിലൻസിനോട് പറയുന്നു. 1,00,000 രൂപ പിന്നീട് നെഗോഷിയേറ്റ് ചെയ്ത് 15,000 രൂപയ്ക്ക് കൊടുത്തത്രേ. അപ്പോൾ 15,000 രൂപ കിട്ടിയാലേ നമ്പർ തരുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ വിജിലൻസിൻ്റെ അടുക്കൽ ഈ കെട്ടിട ഉടമ, ഫ്ലാറ്റിൻ്റെ ഉടമ പോയി പറയുന്നു. അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അതനുസരിച്ച് ഇയാൾ നീങ്ങുന്നു. അതായത് ശരിക്കും പിന്നെ നോട്ട് വിജിലൻസ് തന്നെ കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള തരത്തിൽ എല്ലാം ആസൂത്രണം ചെയ്ത് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ പണവുമായിട്ട് ഇദ്ദേഹം ഈ ഓവർസിയർ സ്വപ്നയെ വിളിക്കുന്നു. ഞാൻ എവിടെ കൊണ്ടുവരണം? അപ്പോൾ ആദ്യം അവർ ഒരു സ്ഥലം പറഞ്ഞു. അവിടെ പോയപ്പോൾ അവരെത്തിയില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടെയും അവരെത്തിയില്ല. മൂന്നാമത് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അവിടെ പോയപ്പോഴും അവർ എത്തിയില്ല. എന്താ കാരണം എന്നറിയാമോ? വിജിലൻസിന് ചിലപ്പം ആളുകൾ ഇതേപോലെ പല സ്ഥലത്തും വരാൻ പറഞ്ഞാൽ വിജിലൻസിനെയും കൂട്ടി വരുമെന്ന് പേടിച്ചിട്ടാണ് ഓരോ സ്ഥലവും മാറ്റി മാറ്റി പറയുന്നത്. അതാണ് ഈ കൈക്കൂലി ഉദ്യോഗസ്ഥരുടെ പുതിയ തന്ത്രം. ആദ്യം പറയുന്ന സ്ഥലത്തൊന്നും ഇവർ വരൂല, മാറിക്കളയും. മാറ്റി മാറ്റി ഓരോ സ്ഥലങ്ങൾ പറയും. വിജിലൻസിൻ്റെ ട്രാപ്പിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ആ 3 കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥലത്തും എത്തിയില്ല. 4ാമത്തെ സ്ഥലം അവർ പറഞ്ഞത് വൈറ്റില ഞാൻ കാറിൽ വരുന്നുണ്ട്, ഞാൻ ഭർത്താവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. മെയ് 1, അതായത് ഇന്നാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. മെയ് 1 അവധിയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ വഴിയിൽ വെച്ച് എനിക്കത് തന്നാൽ മതി, ഞാൻ കാർ നിർത്തി വാങ്ങിക്കോളാമെന്ന് പറയുന്നു. അങ്ങനെ വൈറ്റില, അങ്ങനെ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴി അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് കാറ് നിർത്തി അവിടെ പരാതിക്കാരൻ കൊണ്ടുവന്ന് 15,000 രൂപ ഏൽപ്പിക്കുന്നു. വിജിലൻസ് ചാടി വീഴുന്നു, അവരെ പിടിക്കുന്നു. 3 മക്കളും കൂടിയുണ്ട്. ഇളയ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 3 വയസ്സേ ഉള്ളൂ. ആ 3 വയസ്സുള്ള കുട്ടിയെയും കൂടെ കാറിൽ ഇരുത്തിയിട്ടാണ് കൈക്കൂലി വാങ്ങാൻ ഈ അമ്മച്ചി വന്നത് എന്നുള്ളതാണ്. ഹസ്ബൻഡിൻ്റെ അടുക്കിലേക്ക് പോകുന്ന വഴിക്ക് വിജിലൻസ് പിടികൂടിയതിന് ശേഷം 4 മണിക്കൂറോളം കാറിനകത്ത് ഈ സ്ത്രീയെ വിജിലൻസ് ഇരുത്തി. കാരണം കുട്ടികളുണ്ട്, കുട്ടികളെ ഹസ്ബൻഡിനെ കൈമാറണം. തൃശ്ശൂരിൽ നിന്നും ഹസ്ബൻഡ് വന്ന് എത്തുമ്പോൾ രാത്രി 9:30 മണി. അങ്ങനെ 9:30 മണിക്ക് എത്തി കുട്ടിയെ ഏൽപ്പിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ ജയിലിലാവുകയും ചെയ്തു. ആലോചിച്ച് നോക്കുക, കണിയാമ്പുഴ ഈ ഫവൻസ് റോഡിലെ അസറ്റ് ഹോംസിലെ 2F90 എന്ന് പറയുന്ന വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയാണ് സ്വപ്ന എന്ന പേരുള്ള ഈ ഓവർസിയർ. കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവിടെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ സ്ത്രീ ഇതിനിടയ്ക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കി കാണുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഇവിടെ വന്നു കൂടുന്ന ബിൽഡിങ്ങിൻ്റെ ഓരോന്നിനും കണക്ക് പറഞ്ഞാണ് ഇവരെല്ലാം കാശ് വാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഭവാൻസ് റോഡിലെ അസറ്റ് ഹോംസ് തന്നെ ഒരു പക്ഷേ വിജിലൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ സൗജന്യമായി ഒപ്പിച്ചെടുത്തതായിരിക്കാം. ഉറപ്പായിട്ടും അതും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുവാദം കൊടുക്കുന്നതിന് ഒരു ഫ്ലാറ്റൊക്കെ ചിലപ്പോൾ ചോദിച്ച് ഇത്തരം ഉദ്യോഗസ്ഥർ വാങ്ങാറുണ്ട്. ചിലർ അതിൻ്റെ കാശ് വാങ്ങും, ചിലർ ഒരു ഫ്ലാറ്റ് തന്നെ വാങ്ങും. അങ്ങനെ 1 കോടിയിൽ പരം വിലയുള്ള ഫ്ലാറ്റുകൾ ഈ കൊച്ചിയിൽ പല ഉദ്യോഗസ്ഥർക്കും, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം. വിജിലൻസ് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആരുടെയൊക്കെ പേരിൽ, ഒന്നീ ഭാര്യയുടെ ഇല്ലെങ്കിൽ സഹോദരങ്ങളുടെ പേരിലൊക്കെ ഇവർ ഈ ഫ്ലാറ്റുകൾ ഒപ്പിച്ചിട്ടുണ്ട്. അത് കൈക്കൂലിയുടെ ഭാഗമായി കിട്ടുന്ന ഫ്ലാറ്റുകളാണ്. ഈ ഫ്ലാറ്റിന് സാങ്ഷൻ കൊടുക്കുമ്പോൾ 1 ഫ്ലാറ്റോ 2 ഫ്ലാറ്റോ ഈ അഴിമതി നടത്താൻ കൂട്ടുനിൽക്കുന്ന, നിയമം ലംഘിച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർക്കായി ഈ ഉടമസ്ഥൻ കൊടുക്കും. അത് അവർക്ക് സ്ഥിരമായി നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, കുറേ നാളുകൾക്ക് മുമ്പ് വന്നിരുന്ന ഒരു റിപ്പോർട്ട് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
കൊച്ചി കോർപ്പറേഷനിൽ തന്നെ ഒരു യു എ നമ്പർ എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിന് നൽകുന്ന നമ്പറാണ് യു എ നമ്പർ. ഏതെങ്കിലും കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യുന്നത് വരെ യു എ നമ്പർ കൊടുക്കാം. അതിന് ടാക്സ് ഇരട്ടിയാകും എന്നുള്ളേ ഉള്ളൂ, പ്രോപ്പർട്ടി ടാക്സ്. അങ്ങനെ യു എ നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒരു റവന്യൂ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടത്. അത് കോർപ്പറേഷൻ കൗൺസിലിലൊക്കെ വിവാദമായതാണ്. നിരവധി കൈക്കൂലി സംഭവങ്ങൾ കൗൺസിലർമാർക്കറിയാം. അവർ തന്നെ പൊറുതിമുട്ടിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഇതുകൊണ്ട്. പക്ഷേ പലപ്പോഴും ചെറിയ ചെറിയ ന്യൂനതകൾ, കെട്ടിട നിർമ്മാണ ചട്ടത്തിൻ്റെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വട്ടം ചുറ്റിച്ച് കൈക്കൂലി വാങ്ങി ഉള്ള മുതലുണ്ടാക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ നിലവിൽ കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ ഇത് നടക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്ത് മുതൽ അങ്ങേറ്റം ഇങ്ങേറ്റം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. അതുപോലെ കെട്ടിട നമ്പർ നൽകുന്നതിലുമാണ് ഈ അഴിമതി നടക്കുന്നത്. നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ തീർച്ചയായും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ രംഗത്തിറങ്ങണം, നിങ്ങൾ വിജിലൻസിനെ അറിയിക്കണം. ഇങ്ങനെ കുറച്ചു പേരെങ്കിലും തുനിഞ്ഞിറങ്ങിയാലേ ഈ ശമ്പളത്തിന് പകരം കിമ്പളം വാങ്ങിച്ച് മുതലുണ്ടാക്കാൻ നടക്കുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് അകത്ത് കയറ്റാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ഈ പരാതിക്കാരൻ്റെ പേര് കൊടുക്കാതിരിക്കാൻ വിജിലൻസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേരെന്നും വരുമെന്നും നിങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ പിടികൂടി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ പഴിചാരും എന്നൊന്നും കരുതേണ്ടതില്ല. നിങ്ങൾ ഒരു പൗരനാണ്. പൗരന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന വ്യക്തികൾ ചെറിയ ചെറിയ പാളിച്ചകൾ പറഞ്ഞുകൊണ്ട് കൈക്കൂലിക്ക് വേണ്ടി മാത്രം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിജിലൻസിന് കൊടുക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിഷയം അവിടെ തന്നെ പെൻഡിങ് ആവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. വിജിലൻസ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളുടെ വിഷയം തീർച്ചയായും പരിഹരിക്കപ്പെടും. ചാർജിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് നിങ്ങളുടെ ആവശ്യം നടത്തി തരിക എന്നുള്ളത് കൂടി വിജിലൻസിൻ്റെ ഈ കാര്യത്തിൽ പെടുന്നതാണ്. അവരത് സഹായിക്കും. നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ചൊരു കെയർ അവർ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് കൈക്കൂലി അനുഭവം ഉണ്ടായാൽ ഉടൻ തന്നെ നിങ്ങൾ തൊട്ടടുത്ത വിജിലൻസ് ഓഫീസുമായി ബന്ധപ്പെടണം. വിജിലൻസിൻ്റെ നമ്പർ നേരത്തെ തന്നെ ഞങ്ങൾ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആ നമ്പർ കൊടുക്കാം. നിങ്ങളത് ചെയ്യുക. നന്ദി.